പുതുവത്സര രാവിൽ കാണാതായ ഇന്ത്യൻ യുവതിയെ മുൻ കാമുകന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 27-കാരിയായ നികിത ഗോഡിഷാലെയാണ് മുൻ കാമുകന്റെ മേരിലാൻഡിലെ കൊളംബിയയിലുള്ള അപ്പാർട്ട്മെന്റിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോവാർഡ് കൗണ്ടി പോലീസ് ഞായറാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചത്. നികിതയുടെ മുൻ കാമുകനാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുൻ കാമുകനായ അർജുൻ ശർമ്മയുടെ ഉടമസ്ഥയിലുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾ തന്നെയാണ് നികിതയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയത്. ഡിസംബർ 31-ന് കൊളംബിയയിലെ തന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് നികിതയെ അവസാനമായി കണ്ടതെന്നാണ് ശർമ്മ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പരാതി നൽകിയ അതേ ദിവസം ജനുവരി 2-ന് ശർമ്മ ഇന്ത്യയിലേക്ക് വിമാനം കയറി രാജ്യം വിട്ടതായി പോലീസ് പിന്നീട് കണ്ടെത്തി. ജനുവരി 3-ന് പോലീസ് ശർമ്മയുടെ അപ്പാർട്ട്മെന്റിൽ തെരച്ചിൽ നടത്തിയപ്പോഴാണ് നികിതയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഡിസംബർ 31-ന് രാത്രി 7 മണിക്ക് ശേഷം ശർമ്മയാണ് നികിതയെ കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. കൊലപാതകത്തിനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. ശർമ്മയെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫെഡറൽ നിയമ നിർവഹണ ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് ഹോവാർഡ് കൗണ്ടി പോലീസ് അറിയിച്ചു. നികിതയും മുൻ കാമുകനും തമ്മിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഡിസംബർ 31 മുതൽ നികിതയുടെ മൃതദേഹം ശർമ്മയുടെ ഫ്ളാറ്റിൽ തന്നെയായിരുന്നു എന്ന് വ്യക്തമാണ്. നികിതയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സാധ്യമായ എല്ലാ കോൺസുലാർ സഹായവും നൽകുമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. വാഷിംഗ്ടൺ DC-യിലെ ഇന്ത്യൻ എംബസി ജനുവരി 3-ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ നികിത ഗോഡിഷാലെയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഈ ദുഷ്കരമായ സമയത്ത് അവർക്ക് എല്ലാ നയതന്ത്ര സഹായവും നൽകുന്നുവെന്നും അറിയിച്ചു. കേസിന്റെ കാര്യത്തിൽ അവർ പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെടുന്നുണ്ട്. നികിതയുടെ സുഹൃത്തുക്കൾ അവരുടെ മരണത്തിൽ അതീവ ദുഃഖിതരാണ്. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ഒരു കൊലപാതകമാണെന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നീതി ലഭിക്കണമെന്ന് സമൂഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫാർമസിയിൽ ബിരുദം നേടി തുടർന്ന് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് ബോൾട്ടിമോർ കൗണ്ടിയിൽ നിന്ന് ഹെൽത്ത് IT-യിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടാനാണ് നികിത അമേരിക്കയിലേക്ക് വന്നത്. വിഡ ഹെൽത്ത് എന്ന സ്ഥാപനത്തിൽ ഡാറ്റ ആൻഡ് സ്ട്രാറ്റജി അനലിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു നികിത. ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക് എന്നീ 3 ഭാഷകൾ അവർക്ക് വഴങ്ങിയിരുന്നു. തൊഴിൽ രംഗത്ത് വളരെ വേഗത്തിൽ വളർന്ന അവർ നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. പോലീസ് നിലവിൽ അർജുനെ തിരയുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ അർജുനെ കണ്ടെത്താനും അമേരിക്കയിലേക്ക് കൊണ്ടുവരാനും വേണ്ടി ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള ഫെഡറൽ, അന്താരാഷ്ട്ര നിയമനിർവഹണ ഏജൻസികളുമായി പ്രാദേശിക അധികൃതർ ബന്ധപ്പെടുന്നുണ്ട്. തന്റെ കാമുകിയെ കാണാനില്ലെന്ന് പരാതി നൽകി വെറും 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് പോയതുകൊണ്ട് ഈ മരണത്തെ സംശയാസ്പദമായിട്ടാണ് അധികൃതർ കാണുന്നത്. കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് തങ്ങൾക്ക് മതിയായ വിവരങ്ങൾ ലഭ്യമല്ലെന്നും കേസ് അന്വേഷണത്തിലാണെന്നും പോലീസ് പറഞ്ഞു. എന്നിരുന്നാലും കൊല്ലപ്പെട്ടയാളുടെയും പ്രതിയുടെയും കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സംസാരിച്ചതിന് ശേഷം ചില റെഡ് ഫ്ലാഗ്സ് ശ്രദ്ധയിൽപ്പെട്ടതായി അവർ സൂചിപ്പിച്ചു.